മാമ്പഴ പുളിശ്ശേരി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പഴുത്ത മണമുള്ള മാങ്ങ 2 തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ മിക്സിയിലടിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം 2 പച്ചമുളക്, അല്പം സവാള, കരിവേപ്പില ചേർത്ത് കടുവറുത്തെടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. തിളപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം തണുത്തിട്ട് അതിലേക്ക് തൈര് കൂടെ ഒഴിച്ച് കൊടുക്കുക. സംഗതി ഫിനിഷ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ മണവും രുചിയും ഉള്ള ഒരു മാങ്ങ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈ മാങ്ങാ പുളിശ്ശേരിയിൽ മാങ്ങയല്ലാതെ തേങ്ങ അരച്ച് ചേർക്കേണ്ട കാര്യമില്ല. മാങ്ങ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. പഴുത്ത മാങ്ങ 2, മുളക് 2. മാങ്ങ നല്ലവണ്ണം വേവിച്ചതിന് ശേഷം അതിന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് മുളക്, അല്പം സവാള, കരിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കടുവറുത്തെടുക്കുക. തണുത്തതിന് ശേഷം അതിലേക്ക് തൈരൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയോ ജീരകമോ ഉലുവയോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും തന്നെ മാങ്ങാ പുളിശ്ശേരിക്ക് വേണ്ട. എന്നാൽ മാങ്ങയുടെ മണം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എടുക്കുന്ന മാങ്ങ നല്ല മണമുള്ള മാങ്ങയായിരിക്കണം.